ഒരേ ടൈമിൽ പഴുത്ത് കിട്ടത്തില്ല. കാരണം ഉദാഹരണമായിട്ട് ചെവിട്ടിലെ കണികൾ വന്നതിന് ശേഷമാണ് ഈ ബ്രാഞ്ചസ് ആവുന്നത്. അപ്പോൾ അത് ബാക്കിയുള്ള ചെവിട്ട് പഴുത്ത് തുടങ്ങുമ്പോൾ ബാക്കിയുള്ള വിളഞ്ഞിട്ടുണ്ടാവും. എന്ന് വെച്ചുകൊണ്ട് മറ്റു കുഴപ്പങ്ങളില്ല. തൂക്കം നമ്മൾ ഉണക്കി എടുത്താൽ സാധാരണ ഈ പന്നിയൂറോ കരിമുണ്ടൊക്കെ കിട്ടുമ്പോൾ 10 കിലോയ്ക്ക് നമുക്ക് കിട്ടുന്ന ആ ആനുപാതികമായിട്ട് നോക്കുമ്പോൾ ഇതിന് റേഷ്യോ കൂടുതലാണ്. ഇതൊരു 4 കിലോ എങ്കിലും ഉണക്കെ കിട്ടും, ഉറപ്പാണ്. അതുപോലെ തന്നെ എരിവും കൂടുതലാണ്, ഇതിന് മണവും കൂടുതലാണ്, ഫ്ലവർ കൂടുതലാണ്, നല്ലതാണ്. അപ്പോൾ ഇനി നല്ല റിസൾട്ടാണ്. നമ്മൾ ഈ വേര് രോഗം വരുന്നത് ഇല്ല, ഇതിന് വരത്തില്ല, ഇതിനങ്ങനെ വന്നിട്ടില്ല. കാരണം ഇത് വന്നിട്ട് പിന്നെ വെള്ളത്തിൻ്റെ ലഭ്യത, വെള്ളം ഇല്ലെങ്കിലും ഇത് കുറച്ച് സർവൈവ് ചെയ്യും ഈ പ്ലാന്റ്. ശരിയാണ്. കാരണം ഇതിപ്പോൾ ഇവിടെ അങ്ങനെ ഇത് ശരിക്കും ഉണക്ക് ബാധിക്കുന്ന പ്രദേശമായത്. പിന്നെ ഞാൻ ചെയ്യുന്ന പറയുന്ന സമയത്ത് ഈ കവുങ്ങിൻ്റെ പാളയൊക്കെ ചവിട്ടിയിട്ട് കൊടുക്കും എന്നുള്ളതല്ലാതെ ഉണക്കിന് ഒരു മരവും പോയിട്ടില്ലെന്ന് വരെ. വെയിൽ വേണം. അപ്പോൾ ചെവിടിൽ ആദ്യം ഉണക്കടിക്കാതിരുന്നാൽ കൊള്ളാം. ഉണക്കടിച്ചു പോയിട്ട് ഒരു മരവും ഉണങ്ങി പോയിട്ടില്ല. ഷെയ്ഡ് വേണ്ട. സെമി ഷെയ്ഡിൽ ഇപ്പം തന്നെ ഞാനിപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്ത് കളയും. ഇത് കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ ഇത് മേളിലിരിക്കുന്ന കൊന്നയിൽ ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല, അത് കളയും. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് കളഞ്ഞെങ്കിൽ മാത്രമേ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇത് വരുള്ളൂ.